അനന്തമായ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ മാത്രമാണോ ജീവികളുള്ളത്? പതിറ്റാണ്ടുകളായി മനുഷ്യനെ ആകർഷിക്കുന്ന ഒരു ചോദ്യമാണിത്. ഇതിന് ഉത്തരം തേടാൻ ശാസ്ത്രജ്ഞർ നൽകുന്ന ചില കാരണങ്ങൾ ഇതാ. പ്രപഞ്ചം അവിശ്വസനീയമാം വിധം വലുതാണ്. നമ്മുടെ ക്ഷീരപഥത്തിൽ മാത്രം ഏകദേശം 100 ബില്യൺ മുതൽ 400 ബില്യൺ വരെ നക്ഷത്രങ്ങളുണ്ട്. ഓരോ നക്ഷത്രത്തിനും ചുറ്റും ഗ്രഹങ്ങളുണ്ടെങ്കിൽ ജീവൻ നിലനിൽക്കാൻ സാധ്യതയുള്ള ഗ്രഹങ്ങളുടെ എണ്ണവും വളരെ വലുതായിരിക്കും. നമ്മുടെ ഭൂമിയിൽ ജീവൻ ഉടലെടുത്തതുപോലെ അനുകൂല സാഹചര്യങ്ങളിൽ മറ്റു ഗ്രഹങ്ങളിലും ജീവൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു. ഓരോ നക്ഷത്രത്തിനും ചുറ്റും ജീവൻ നിലനിൽക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയുണ്ട്. ഇതാണ് ഗോൾഡിലോക്സ് സോൺ അഥവാ ഹാബിറ്റബിൾ സോൺ. ഈ മേഖലയിലുള്ള ഗ്രഹങ്ങൾക്ക് നക്ഷത്രത്തിൽ നിന്ന് ആവശ്യത്തിന് ചൂടും വെളിച്ചവും ലഭിക്കുന്നു. അതുവഴി ദ്രാവക രൂപത്തിലുള്ള ജലം നിലനിൽക്കാൻ സാധ്യതയുണ്ട്. ജീവന്റെ അടിസ്ഥാന ഘടകമായി ജലത്തെ കണക്കാക്കുന്നത് കൊണ്ടാണ് ഈ മേഖലയ്ക്ക് ഇത്ര പ്രാധാന്യം. ശാസ്ത്രലോകം ഇതുവരെ ആയിരക്കണക്കിന് സൗരയൂഥേതര ഗ്രഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ പലതും ഗോൾഡിലോക്സ് സോണിലാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രോക്സിമ സെന്റോറി ബി, കെപ്ലർ 442 ബി എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ്. ഈ ഗ്രഹങ്ങളെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രപഞ്ചത്തിൽ എത്ര നാഗരികതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കണക്കാക്കാൻ ഡ്രേക്ക് സമവാക്യം ഉപയോഗിക്കാറുണ്ട്. അന്യഗ്രഹ ജീവികളിൽ നിന്ന് റേഡിയോ സിഗ്നലുകൾക്കായി സെറ്റി പോലുള്ള സംഘടനകൾ നിരന്തരം തിരച്ചിൽ നടത്തുന്നുണ്ട്. നമ്മുടെ സൗരയൂഥത്തിലെ ചൊവ്വ, വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പ, ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റൻ എന്നിവിടങ്ങളിൽ പോലും ജീവൻ നിലനിൽക്കാൻ സാധ്യതയുണ്ടെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന പ്രതീക്ഷയുണ്ടോ നിങ്ങൾക്ക്?